ഹരേ കൃഷ്ണ. സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ജ്ഞാന വിജ്ഞാന യോഗം. അതിൽ 5 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്നലെ നമ്മൾ നോക്കിയത്. ഭഗവാൻ അർജുനനോട് പറയുകയായിരുന്നു, വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായും വിശദീകരിച്ചു തരാം. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും തന്നെ അറിയേണ്ടതായിട്ടുണ്ടാവുകയില്ല. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. എൻ്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്നിങ്ങനെ 8 അടങ്ങുന്നതാണ്. ഇവയ്ക്ക് പുറമേ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. ഈ താഴ്ന്ന തരം അഥമ രീതിയിലുള്ള ഭൗതിക പ്രവൃത്തിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത്. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയത്. ഇനിയുള്ള ശ്ലോകങ്ങൾ മനസ്സിലാക്കുന്നതിന് മുൻപ് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാ ജീവജാലങ്ങളുടെയും ആത്മാവ്, സകല ജീവജാലങ്ങളുടെയും ആത്മാവ് ഭഗവാന്റെ അംശമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാൻ ഒരു കടലാണ് എങ്കിൽ അതിലെ ഓരോ തുള്ളി വെള്ളവുമാണ് ഓരോ ജീവനും. അങ്ങനെയിരിക്കെ ഭഗവാൻ പറയുന്നത് ഇനി മുതൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എല്ലാത്തിൻ്റെയും ഊർജം ഭഗവാന്റെ ശക്തിയാണ്. അതിനെ നിലനിർത്തി പോരുന്നത് ഭഗവാന്റെ ശക്തി മൂലമാണ്, അല്ലെങ്കിൽ ആത്മാവ് മൂലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇനിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, ഏതദ്യോനീനി ഭൂതാനി സർവാണി ഇതി ഉപധാരയ അഹം കൃഷ്ണസ്യ ജഗദാ പ്രഭവ പ്രളയസ്തഥാ. ഏതദ്യോനീനി ഭൂതാനി സർവാണി ഇതി ഉപധാരയ. ഈ ഉത്ഭവസ്ഥാനത്തോട് കൂടിയവയാണ്. അതായത് പ്രപഞ്ചമായാലും ഭഗവാന്റെ അധമ സൃഷ്ടിയായിട്ടുള്ള പ്രപഞ്ചമായാലും ഉത്കൃഷ്ട സൃഷ്ടിയായിട്ടുള്ള ജീവജാലങ്ങൾ ആയാലും എല്ലാം തന്നെ ഏതദ്യൂനീനി എന്നിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നീ മനസ്സിലാക്കുക. അഹം കൃഷ്ണസ്യ ജഗത, ഞാനാണ് സമ്പൂർണമായ ഈ ജഗത്തിൻ്റെയും, കൃഷ്ണസ്യ സമ്പൂർണമായിട്ടുള്ള, ജഗത ജഗത് പ്രപഞ്ചത്തിൻ്റെയും, പ്രഭവ പ്രളയസ്തഥ പ്രഭവം ഉത്ഭവസ്ഥാനവും, തഥാ പ്രളയ പ്രളയവും. നമുക്കറിയാം, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ഈ ജീവജാലങ്ങളെല്ലാം തന്നെ പ്രളയത്തിൽ ഇല്ലാതാകുന്നു. അതെല്ലാം ഭഗവാനിലേക്ക് തന്നെ വന്നു ചേരുകയാണ്. അങ്ങനെയിരിക്കെ എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവസ്ഥാനവും അതിൻ്റെ അവസാനവും ഞാനാണ് എന്ന് നീ മനസ്സിലാക്കുക. സൃഷ്ടിയുടെ എല്ലാറ്റിൻ്റെയും ഉറവിടം, ആധ്യാത്മികവും ഭൗതികവുമായിട്ടുള്ള സകലത്തിൻ്റെയും ഉത്ഭവവും വിനാശവും ഞാൻ തന്നെയാണ് എന്ന് നിശ്ചയമായും നീ അറിയുക. ഏതൊരു വസ്തുവാണ് എങ്കിലും, ഏതൊരു പദാർത്ഥമാണ് എങ്കിലും അതിൽ ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഊർജത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നത്, അതിന് ജീവൻ വയ്ക്കുന്നത് അല്ലേ. ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക് ശരീരത്തിൻ്റെ പരിണാമം സാധ്യമാകുന്നത്. നമ്മൾ ആത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, ആത്മാവിൻ്റെ വലിപ്പം പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ്റെ വലിപ്പം എത്ര കുഞ്ഞ് ശിശുവായിരുന്നാലും, ആരോഗ്യദൃഢഗാത്രനായിട്ടുള്ള വലിയ ഒരു ശരീരമായിരുന്നാലും ആത്മാവിന് യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. അതിൻ്റെ വലിപ്പം അതേ വലിപ്പമാണ്. എത്രയാണ് ആത്മാവിൻ്റെ വലിപ്പം എന്ന് ഓർമ്മയുണ്ടോ? ആത്മാവിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ബാലാഗ്രാശതഭാഗസ്യ ശതഥാ കൽപ്പിതസ്യ ച ഭാഗോ ജീവസവിജ്ഞേയ സച്ച അനന്ത്യായ കൽപ്പതേ. ബാല അഗ്രശത ഭാഗസ്യ ശതഥാ കൽപ്പിതസ്യ ച. ഒരു തലമുടി നാരിൻ്റെ ഏറ്റവും ചെറിയൊരു കഷ്ണം എടുക്കുക, ഒരു ഒറ്റയ്ക്കൊരു തലമുടിയുടെ ഏറ്റവും ചെറുതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന കഷ്ണം എടുത്താൽ അതിനെ 10,000 വിഭജിച്ചാൽ എത്രയുണ്ടാകുമോ അത്രയും ചെറുതാണ് ആത്മാവിൻ്റെ വലിപ്പം. അങ്ങനെയുള്ള കേശാഗ്രാശതഭാഗസ്യ ശതാംശാസ്യാദ്യശാത്മകഃ
ജീവസൂക്ഷ്മസ്വരൂപോയം സംഖ്യാതീതോ ഹി ചിത്കണഃ. അങ്ങനെയുള്ള അനേക കോടി ആത്മാക്കളുണ്ട്. ഭഗവാന്റെ അംശങ്ങൾ അനേക കോടിയാണ്. ഇതുപോലുള്ള നിസാരമായിട്ടുള്ള വലിപ്പമുള്ളത്. പക്ഷേ ഈ ഒരു ആത്മാവാണ് ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിലിരുന്ന് അതിന് ജീവൻ കൊടുക്കുന്നത്. ഈ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ശരീരത്തിന് പരിണാമം സംഭവിക്കുന്നത്. ഒരു കുഞ്ഞ് വലുതായി തീരുന്നതും വയസ്സാകുന്നതും എല്ലാം ഈ ആത്മാവ് അതിൽ ഉള്ളതുകൊണ്ടാണ്. ശരീരത്തിന് മാത്രമാണ് രൂപാന്തരം സംഭവിക്കുന്നത്. എപ്പോഴാണോ ശരീരത്തിൽ നിന്നും ആത്മാവ് വിട്ടുപോകുന്നത് അതിനെ നമ്മൾ ജഡം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ജഡമാണ്. എപ്പോഴാണോ ഒരു ക്ലോക്കിൽ ബാറ്ററി ഇടുന്ന സമയത്ത് ആ ക്ലോക്ക് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടോയ്, നമ്മളെല്ലാവരും ഓരോ കളിപ്പാവകളാണ്. ഭഗവാന്റെ കയ്യിലുള്ള കളിപ്പാട്ടങ്ങളാണ് നമ്മളെല്ലാവരും. ആ കളിപ്പാട്ടത്തിൽ എപ്പോഴാണോ ബാറ്ററി ഇടുന്നത് അതേ സമയം മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സമയം അത് വെറുതെ യൂസ്ലെസ് ആണല്ലേ. അതുപോലെ തന്നെ എപ്പോഴാണോ ആത്മാവ് നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് ആ സമയത്ത് മാത്രമാണ് അത് ഭഗവാന്റെ അംശമാണ്. അങ്ങനെ പരമാത്മാവായ വിഷ്ണുവിൻ്റെ സാന്നിധ്യത്തിൽ ഉളവായിട്ടുള്ള ഈ മഹാപ്രപഞ്ചത്തിലെ ഓരോ ജീവജാലങ്ങളും ഭഗവാന്റെ അംശമാണ്. ഭീമാകാരമായ രൂപമായാലും വളരെ ചെറുതായാലും, ഒരു ആനയായാലും ഉറുമ്പായാലും മനുഷ്യനായാലും എല്ലാത്തിൻ്റെയും ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഒരേ വലിപ്പമാണ്. അതെല്ലാം തന്നെ ഭഗവാന്റെ അംശമാണ്. ഉറുമ്പാണെന്നോ പുഴുവാണ് എന്നോ ആനയാണ് എന്നോ പശുവാണ് എന്നോ യാതൊരു വ്യത്യാസവും ആത്മാവിനില്ല. ഓരോരുത്തരും അവരുടെ കർമ്മ ഫലങ്ങൾക്കനുസരിച്ചാണ് വ്യത്യസ്തമായ രൂപങ്ങൾ ഓരോ ജന്മങ്ങളിലും സ്വീകരിക്കുന്നത്. ഭഗവാനെ പോലെ സൃഷ്ടി നടത്തുന്നതിന് ബ്രഹ്മദേവൻ പോലും പറയുന്നത്, ഭഗവാനെ ഞാനാണ് സൃഷ്ടി നടത്തുന്നത് എന്നുള്ള അഹങ്കാരം എന്നിൽ ഉണ്ടാകരുത്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അങ്ങയുടെ ശക്തി മൂലം ഞാൻ ഒരു കാരണമാകുന്നു എന്നേ തോന്നാവൂ എന്നാണ് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ദുബായിലെല്ലാം വലിയ കെട്ടിടങ്ങൾ കാണാം അല്ലേ. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സൃഷ്ടി യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ കഴിവ് മൂലമാണ് എന്ന് നമുക്ക് പറയാൻ വയ്യ. ആ മനുഷ്യൻ്റെ തലച്ചോറ് അത് ഭഗവാന്റെ അംശത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എല്ലാ സൃഷ്ടിയായാലും ഏതൊരാൾക്കും നമുക്കൊരു വലിയ പ്രപഞ്ചം സൃഷ്ടിക്കാൻ പറ്റില്ല അല്ലേ. കുറച്ച് കല്ലും മണ്ണും ഉപയോഗിച്ചുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തു ഉപയോഗിച്ചുള്ള പരിമിതമായ സൃഷ്ടി നടത്താൻ മാത്രമേ ഒരു മനുഷ്യന് സാധിക്കുകയുള്ളൂ. വിശാലമായ ഒരു പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിനുള്ളിൽ ഭൂമി, എത്രയോ ശക്തിയായിട്ടുള്ള എത്രയോ ഗ്രഹങ്ങൾ ഒന്നിനൊന്നും തൊടാതെ കൃത്യമായ അകലം പാലിച്ച് കൃത്യമായ രീതിയിൽ യാതൊരു അണുവിട വ്യത്യാസം തെറ്റാതെ ചലിക്കുകയാണ്. അങ്ങനെയുള്ള ചലനത്തിന് എല്ലാത്തിൻ്റെയും കാരണവും നിയന്താവും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അതാണ് പറയുന്നത്, എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിയും അതുപോലെ തന്നെ അവസാനവും എന്നിൽ തന്നെയാണ് എന്ന് അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. മത്ത പരതരം ജ്ഞാന്യാത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. മത്ത, എന്നിൽ നിന്നും പരതരം, ശ്രേഷ്ഠമായി. പരം ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ പരമോന്നതൻ, പരമേശ്വരൻ, പരമനിയന്താവ് ഇങ്ങനെയെല്ലാം വിളിക്കുന്നത് അല്ലേ. ഭഗവാനാണ് ഏറ്റവും ഉന്നതമായിട്ടിരിക്കുന്നത്. ഹേ ധനഞ്ജയ, ധനത്തെ ജയിച്ചവൻ. ഇവിടെ ഭഗവാൻ അർജുനനെ ധനഞ്ജയ എന്ന് വിളിക്കാൻ കാരണം അർജുനൻ ധനത്തിൽ ജയിച്ചവനാണ്. കാരണം രാജസൂയ യജ്ഞത്തിനു വേണ്ടി യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയ യജ്ഞം നടത്താൻ തീരുമാനിക്കുന്ന സമയത്ത് അതിന് വളരെയധികം പണച്ചെലവുണ്ട്. ഖാണ്ഡവ ദഹന സമയത്ത് അഗ്നി സമ്മാനിച്ച തേരിൽ അർജുനൻ അതിൽ കയറി വടക്കോട്ട് പുറപ്പെടുകയാണ്. ചിലയിടങ്ങളിൽ ചെറിയ തോതിലും മറ്റിടങ്ങളിൽ വലിയ തോതിലും ശത്രുക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും അവരെ എല്ലാവരെയും തോൽപ്പിച്ച് ജയം കൈവരിക്കുവാൻ അർജുനന് സാധിക്കുകയാണ്. എല്ലാവരും യുധിഷ്ഠിരന് കപ്പം കൊടുക്കാൻ സമ്മതിക്കുന്നു. പല വിധത്തിലുള്ള വിലപിടിച്ച സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. പാണ്ഡവർ വിജയ ശ്രീലാളിതരായി ഇന്ദ്രപ്രസ്ഥത്തിൽ മടങ്ങിയെത്തുകയും ചെയ്തു. 100 നൂറ്റാണ്ട് കാലം ചെലവ് ചെയ്താലും തീരാത്ത വണ്ണമുള്ള ധനസമൃദ്ധിയാണ് അർജുനൻ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനെ ധനഞ്ജയ എന്ന് വിളിക്കാൻ കാരണം. ധനത്തെ ജയിച്ചവനാണ് നീ, പക്ഷേ ഇന്ദ്രിയങ്ങളെയും ജയിക്കേണ്ടതായിട്ടുണ്ട്
എന്ന ഒരു സൂചന കൂടി ആ വാക്കിലുണ്ട്. കാരണം എത്രമാത്രം പൈസയെ ജയിച്ചവനാണ് എങ്കിലും ഭഗവാനെ അറിയണമെങ്കിൽ തൻ്റെ ഇന്ദ്രിയ ആഗ്രഹങ്ങളെ നിലനിർത്തേണ്ടതുണ്ട്, ഇന്ദ്രിയ ആഗ്രഹങ്ങളെ അടക്കേണ്ടതുണ്ട്, ഇന്ദ്രിയങ്ങളെ ഭഗവാനിലേക്ക് കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഭഗവാൻ പറയുന്നത്, ഹേ ധനഞ്ജയ, മത്ത പരതരം ന അന്യാത് കിഞ്ചിത് അസ്തി. മത്ത പരതരം, എന്നേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ എന്നിൽ നിന്നും ശ്രേഷ്ഠമായിട്ടുള്ള അന്യത് കിഞ്ചിത് യാതൊന്നും തന്നെ ന അസ്തി ഇല്ല. ധനത്തിൽ ജയിച്ചവനെ നീ ഒരു കാര്യം മനസ്സിലാക്കുക, എന്നേക്കാൾ ശ്രേഷ്ഠമായി ഈ ധനത്തേക്കാൾ എത്രയോ വലുതാണെന്നുള്ള സൂചന കൂടി അവിടെയുണ്ട്. ഭഗവാൻ സകലത്തിലും വച്ച് ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ് എന്നും മൈ സർവമിതം പ്രോതം, ഈ കാണുന്ന എല്ലാം തന്നെ, മൈ സർവമിതം, എന്നിൽ ആണ് ഈ കാണുന്ന എല്ലാം തന്നെ, സൂത്രേ മണിഗണായിവ, എങ്ങനെയാണോ സൂത്രത്തിൽ, ഒരു നൂലിൽ, ഒരു ചരടിൽ, അതാണ് മംഗല്യസൂത്രം എന്ന് പറയുന്നത്, കഴുത്തിൽ കെട്ടുന്ന ചരടിലാണ് മംഗല്യസൂത്രം എന്ന് പറയുക. അതുപോലെ സൂത്രത്തിൽ ഒരു ചരടിൽ മണിഗണങ്ങൾ പോലെ, കുറേ മണികൾ പോലെ അല്ലെങ്കിൽ മുത്ത് മാലകൾ പോലെ പ്രോതം കോർക്കപ്പെട്ടിരിക്കുകയാണ്. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായൊരു സത്യമില്ല. മുത്തുകൾ നൂലിന് എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണോ ഒരു മാല, നമ്മളൊരു മാല കാണുമ്പോൾ അതിൽ മുത്ത് കാണുന്നേയില്ല അല്ലേ? കാരണം എല്ലാ മുത്തുകളും ചേർന്നിരിക്കുന്നത് കാരണം നമുക്ക് ആ മാല കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരിക്കൽ ജഗത്സാക്ഷി പ്രഭു ഒരു ഉദാഹരണം പറയുകയുണ്ടായി. നമ്മൾ തലമുടി പിന്നിടാറുണ്ട് അല്ലേ? തലമുടി പിന്നിടുന്ന സമയത്ത് അതിന് 3 ഇത് വേണം, 2 സൈഡിൽ കൂടെ ഓരോ ത്രെഡ്സ് വേണം, ഒരു വിഭാഗം 3ആയിട്ടാണ് നമ്മൾ ആ തലമുടിനെ വിഭജിക്കുക. നടുക്കൊരു ഭാഗം, 2 സൈഡിലും ഓരോ ഭാഗം. ഈ പിന്നിയിടുന്ന സമയത്ത് പിന്നിയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇടത്തേതും വലത്തേതും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതിനെ ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് നടുവിലൂടെയുള്ള ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ഭഗവാൻ നടുക്കുള്ള ആ ഭാഗമാണ്. ഇടത്ത് ജീവഗണങ്ങളും വലത് ഭൗതിക പ്രകൃതിയുമാണ്. ഈ 2 ഭൗതിക പ്രകൃതിയും ജീവഗണങ്ങളും ഭഗവാൻ എന്ന നടുക്കുകൂടി അല്ലെങ്കിൽ ആ നട്ടെല്ലിൻ്റെ ഭാഗത്തുള്ള അല്ലെങ്കിൽ നടുക്കുകൂടിയുള്ള ആ തലമുടിയിലൂടെ ഒരുമിച്ച് ചേർത്ത് നിർത്തുകയാണ്. ഭഗവാൻ അതാണ് പറയുന്നത്, എങ്ങനെയാണോ മുത്ത് നൂലിൽ കോർത്ത് ഒരു മാലയായി കാണപ്പെടുന്നത്, അതുപോലെ സകല ജീവജാലങ്ങളും ഭൗതിക പ്രകൃതിയും എല്ലാം തന്നെ എന്നിൽ നിയന്ത്രിതമാണ്. ഇവ എല്ലാം തന്നെ എന്നിലാണ് ഇരിക്കുന്നത് എന്നും നീ മനസ്സിലാക്കുക. ഭഗവാൻ അത്യുന്നത ആണ് എന്നും ശ്രേഷ്ഠനേക്കാൾ ശ്രേഷ്ഠൻ അല്ലെങ്കിൽ അണുവിനേക്കാൾ ചെറിയ അണു, ഏറ്റവും വലിയ ബൃഹത്തിനേക്കാൾ വലിയ ബൃഹത്തും ഒരു മഹാവൃക്ഷത്തെ പോലെ നിശബ്ദമായതും ആധ്യാത്മിക വ്യോമത്തെ പ്രകാശനമാക്കിക്കൊണ്ട് ഭഗവാൻ നിലകൊള്ളുകയാണ്. ഒരു വൃക്ഷം എപ്രകാരമാണോ അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് വ്യാപിപ്പിക്കുന്നത് എന്നതുപോലെ ഭഗവാന്റെ ശക്തി എല്ലായിടത്തും പകരുന്നു. ഭൗതികങ്ങളും ആധ്യാത്മികങ്ങളുമായ ശക്തി വിശേഷങ്ങളെ ലോകാലോകങ്ങളിൽ പ്രസരിപ്പിച്ചു നിൽക്കുന്ന ഈ ഭഗവാൻ തന്നെയാണ് പരമ നിരപേക്ഷ തത്വമായ ഭഗവാൻ എന്ന് ഈ സൂക്തങ്ങളിൽ നിന്ന്, ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2 കാര്യം വളരെ പ്രധാനം. എല്ലാ ജീവജാലങ്ങളും പ്രകൃതിയും ഉൾപ്പെട്ടിരിക്കുന്നത് 8 ഘടകങ്ങളിൽ നിന്നാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അഹങ്കാരം, ബുദ്ധി, മനസ്സ്. ഈ 8 ഘടകങ്ങളാണ് എല്ലാത്തിലുമുള്ളത്. ഇതിൽ ബുദ്ധിയും അഹങ്കാരവും മനസ്സും ചലിക്കാത്ത വസ്തുക്കളിൽ ഇല്ല എന്ന് മാത്രം. ചലിക്കാത്ത വസ്തുക്കളിൽ പ്രകൃതിയുടെ 5 ഭൂതങ്ങളും ഉൾപ്പെടുകയാണ്. ഈ 5 ഭൂതങ്ങളും വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണെന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ അംശമായ, ഭഗവാന്റെ ഊർജമായ ആത്മാവാണ് എല്ലാ ജീവജാലങ്ങൾക്കും ചലിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള ഊർജം കൊടുക്കുന്നത് എന്നും മനസ്സിലാക്കണം. ഏതൊരു വസ്തുവായാലും ഏറ്റവും ചെറുതു മുതൽ, ഒരു കുഞ്ഞു മുതൽ വലുതാകുന്നത് വരെ ശരീരത്തിന് പലവിധത്തിലുള്ള വ്യത്യാസങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ആത്മാവിന് യാതൊരു വ്യത്യാസവുമില്ല എന്നും
ആത്മാവ് ഒരു തലമുടി കഷ്ണത്തിൻ്റെ ഏറ്റവും ചെറിയ ഭാഗത്തെ 10,000 വിഭജിച്ചാൽ എത്രമാത്രം ഉണ്ടാകുമോ അത്രമാത്രമാണ് എല്ലാ ജീവജാലങ്ങളിലും ഉള്ളത് എന്നും ആ ശക്തി ഭഗവാന്റെ അംശമാണ് എന്നും മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനുണ്ട് എന്നും എല്ലാ ജീവാത്മാക്കളും ഈശ്വരനാണ് എന്നും, ഈശ്വരൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്, പക്ഷേ അളവിൽ മാത്രമേ വ്യത്യാസമുണ്ടാകുന്നുള്ളൂ. ഭഗവാന്റെ ശക്തി നമുക്ക് അനുമാനിക്കാൻ സാധ്യമല്ല. ഓരോ ജീവജാലങ്ങൾക്കും ഭഗവാന്റേതായിട്ടുള്ള ഊർജം ഉണ്ട്, ഭഗവാന്റെ ശക്തിയുണ്ട്, പക്ഷേ അത്രമാത്രം ഭഗവാനോളം തന്നെ ശക്തി ഇല്ല എന്ന് മാത്രം. അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ്, ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. ഇതൊന്നും നീ വേറെയാണ് എന്ന് ധരിക്കേണ്ടതില്ല. സകലതും ഭഗവാനാണ്. പക്ഷേ ഭഗവാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നതിന് എല്ലാം ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇതും ഞാൻ തന്നെയാണ് എന്ന് പറയുന്നതാണ്. രസോ അഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യയോ പ്രണവ സർവവേദേഷു ശബ്ദ ഖേ പൗരുഷം നൃഷു. ഹേ കൗന്ദേയ, ഹേ കുന്തിപുത്ര, രസോ അഹമപ്സു, അഹം ഞാൻ, രസോ അപ്സു, അപ്സു വെള്ളം, വെള്ളത്തിലെ രസവും, പ്രഭാസ്മി ശശിസൂര്യയോ സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും. സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് ചന്ദ്രന് നമുക്ക് പ്രകാശമുണ്ടെന്ന് തോന്നുന്നത്. ഈ പ്രകാശവും പ്രണവ സർവവേദേഷു, പ്രണവം ഓംകാരം, സർവവേദങ്ങളും, ശബ്ദ ഖേ പൗരുഷം നൃഷു, ശബ്ദവും, നൃഷു നരന്മാരിലെ പൗരുഷവും, അഹം ആസ്മി ഞാനാകുന്നു. ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദങ്ങളും പൗരുഷം പുരുഷന്മാരിലെ പൗരുഷവും എല്ലാം തന്നെ ഞാനാകുന്നു എന്ന് നീ മനസ്സിലാക്കൂ. സൂര്യൻ ഉണ്ട് എന്ന് നമ്മൾ അറിയണമെങ്കിൽ പ്രകാശത്തോടു കൂടി മതിയില്ലേ? കാരണം സൂര്യനിൽ നിന്നുള്ള പ്രഭാവലയം എവിടെയോ എത്രയോ ദൂരത്തിലാണ് സൂര്യൻ ഇരിക്കുന്നത്. ആ സൂര്യൻ്റെ പ്രകാശമാണ് നമ്മൾ കാണുന്ന പകൽ. ഇതുപോലെ തന്നെ ഭഗവാന്റെ പ്രകാശം ഈ വിശ്വപ്രപഞ്ചം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഭഗവാൻ പറയുന്നു വെള്ളത്തിലെ രസവും ജലത്തിലെ രസവും ഞാനാണ് എന്ന്. ജലത്തിന് രസമുണ്ടോ? ജലത്തിന് രസമുണ്ടല്ലേ? കാരണം വെള്ളം കുടിക്കുമ്പോൾ നമുക്കതിനൊരു പ്രത്യേക സ്വാദുണ്ട്. ആ സ്വാദ് കടൽ വെള്ളം കുടിച്ചാൽ കിട്ടുമോ? കടൽ വെള്ളത്തിന് ഉപ്പാണ്. ശുദ്ധമായ വെള്ളം, അതിൻ്റെ സ്വാദ് അതും ഭഗവാനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ജലവും ഈശ്വരനാണ് എന്ന്. നമ്മൾ വെള്ളവും ഭഗവാനാണ്. കാരണം അതിനെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ജലം. ആ ജലത്തിൻ്റെ രസവും ഭഗവാനാണ്. സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും ഭഗവാനാണ്. എങ്ങനെയാണ് സൂര്യനിലെ പ്രകാശം ഭഗവാനാകുന്നത്? സൂര്യൻ എങ്ങനെയാണ് കത്തുന്നത്? സൂര്യൻ ഹീലിയം കത്തുന്നത് കൊണ്ടാണ് സൂര്യൻ ജ്വലിക്കുന്നത് അല്ലേ? അങ്ങനെ അപ്പോൾ ഹീലിയം എവിടെ നിന്ന് വന്നു? ഹീലിയം എങ്ങനെ സൂര്യനിൽ വന്നു? ആ ഹീലിയം സൂര്യനിൽ വരാൻ കാരണവും ഭഗവാനാണ്. അതുകൊണ്ടാണ് സൂര്യനും ചന്ദ്രനും, സൂര്യൻ്റെ പ്രകാശം കൊണ്ട് പ്രഭാവിക്കുന്ന ചന്ദ്രനും എല്ലാം ഞാൻ തന്നെയാണ്, അതിലെ പ്രകാശങ്ങളും എല്ലാം ഞാൻ തന്നെയാണ്, എൻ്റെ ശക്തി തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കൂ എന്ന് പറയുകയാണ് ഭഗവാൻ. അടുത്ത ശ്ലോകത്തിൽ പുണ്യോഗന്ധ പൃഥിവീം ച തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപശ്ചാസ്മി തപസ്യുഷു. പൃഥ്വീം ഭൂമിയിലെ, പുണ്യഗന്ധ ഭൂമിക്കും ഒരു ഗന്ധമുണ്ടല്ലേ? മണ്ണിൻ്റെ ഗന്ധം, ഭൂമിയിലെ ഗന്ധവും അതുപോലെ തന്നെ ഭൂമിയിലുള്ള വിവിധ തരത്തിലുള്ള ഗന്ധങ്ങളും. ഓരോ പൂവിനും പ്രത്യേക തരത്തിലുള്ള ഗന്ധങ്ങളാണ്. ഈ ഗന്ധങ്ങളെല്ലാം തന്നെ ഇതെവിടെ നിന്ന് വന്നു? ഓരോന്നിനും ഓരോ ഗന്ധമാണല്ലേ? നമ്മുടെ നാസാരന്ധ്രങ്ങളിൽ കൂടി നമ്മൾ അനുഭവിക്കുന്ന, മൂക്കുണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയോ? ഇല്ല. അനുഭവിക്കാനുള്ളൊരു ചേതന വേണം. ആ ചേതന ഉണ്ടാകുന്നതും ഈ ഗന്ധങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നതും ഗന്ധവും. അതുപോലെ തന്നെ തേജസ് ചാസ്മി വിഭാവസൗ, തേജസ്സും ഓരോന്നിൻ്റെയും ഭംഗിയും. തേജശ്ചാസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങളുടെയും ജീവനും. തപസ്യഷു തപസ്സാസ്മി, എല്ലാ തപസ്സികളിലെ തപസ്സും ഞാൻ തന്നെയാണ്. ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്സുകളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കൂ.
അടുത്ത ശ്ലോകം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അഹങ്കാരം ശമിപ്പിക്കുന്ന ഒരു ശ്ലോകമാണ്. ബീജം മാം സർവഭൂതാനാം വിധി പാർത്ഥ സനാതനം ബുദ്ധിർ ബുദ്ധിമതാമാസ്മി തേജസ് തേജസ്വിനാമഹം. ബീജം മാം സർവഭൂതാനാം, സകല ജീവജാലങ്ങളുടെയും ബീജം ഞാനാണ്. സകല ജീവജാലങ്ങളുടെയും ബീജം, അതിന് ഉൽപാദന കാരണമായിട്ടുള്ള ശക്തി എൻ്റേതാണ്. വിധി പാർത്ഥ സനാതനം, അത് സനാതനമാണ്, എന്നും നിലനിൽക്കുന്നതാണെന്ന് എന്നു നീ അറിഞ്ഞാലും. ബുദ്ധിർ ബുദ്ധിമതാമാസ്മി, ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും. തേജസ് തേജസിനാമഹം, തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കിയാലും. ഹേ കുന്തിപുത്ര, സർവജീവജാലങ്ങളുടെയും ആദിബീജം ഞാനാണ് എന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെയാണ്. ബീജം മാം സർവഭൂതാനാം, ബീജം വിത്ത്, എല്ലാത്തിൻ്റെയും ബീജം, എല്ലാത്തിൻ്റെയും വിത്ത് ഞാനാണ്. ചരാചരങ്ങളായ ജീവജാലങ്ങൾ പലതരത്തിലുണ്ടല്ലേ. പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, വൃക്ഷങ്ങളും ചെടികളുമുണ്ട്. ഇവയ്ക്ക് വെറുതെ നിൽക്കുവാൻ മാത്രമേ കഴിയൂ. അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ ജീവിവർഗങ്ങളും, അതായത് 84 ലക്ഷം തരം ജീവജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന എല്ലാത്തിൻ്റെയും ബീജം ഞാനാണ്. അതായത് നിത്യോ നിത്യാനാം ചേതസ്ന ചേതനാനാം ഏകോ ബഹൂനാം യോ വിധദാതി കാമാൻ. നിത്യരിൽ വച്ച് നിത്യനും, സർവ ജീവാത്മാക്കളിൽ വച്ച് സമുത്കൃഷ്ടനും, സർവഭൂതങ്ങളെയും പരിപാലിക്കുന്നവനും ഒരാൾ തന്നെയാണ്. ബുദ്ധി എല്ലാവരിലുമുണ്ട്. ഈ ബുദ്ധിയും ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഓരോന്നും ചെയ്തു എൻ്റെ ബുദ്ധിശക്തി കൊണ്ട്, എപ്പോഴും പറയുന്നതാണല്ലേ, വളരെ വലിയ ബുദ്ധിമാനാണ് എൻ്റെ മകൻ, അവന് ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ ഈ ബുദ്ധി എവിടെ നിന്നാണ് വരുന്നത്? ബുദ്ധി ഭഗവാന്റെ അംശമാണ്. ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന ബുദ്ധി ഭഗവാന്റെ അംശമാണ്. നമ്മൾ പറഞ്ഞു 8 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, ഭഗവാനിൽ നിന്നും വന്നിരിക്കുന്ന 8 കാര്യങ്ങൾ, അതിലൊന്നാണ് ബുദ്ധി. ഈ ബുദ്ധിയും ഭഗവാന്റെ അംശമാണ് എന്ന് ഭഗവാൻ വളരെ വ്യക്തമായി പറയുകയാണ്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിന ആശംസകൾ. ഹരേ കൃഷ്ണ.